ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയുടെ വെങ്കട് പ്രഭു സിനിമയിലും കൊണ്ട് ഞാൻ രാവിലെ 10 മണിക്ക് സിനിമ കാണാൻ പോയി. ഇന്ത്യയിലെ പ്രസിദ്ധമായ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ. കൊള്ളാം, എനിക്ക് വലിയൊരു കുറ്റം പറയാനില്ല. എന്നാ ഒരുപാട് നമുക്കിനി പടത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് പടത്തിന്റെ പ്ലോട്ടിലേക്ക് വരുമ്പോ ഒരു എങ്ങനെ ഇപ്പൊ നമ്മളത് പറയാ, ഒരു ആന്റി ടെററിസ്റ്റ് ഓർ ഈ പടത്തിനകത്ത് നമ്മൾ എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ വളരെ പോകുന്നുണ്ട്. പടം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ആംബുലൻസിൽ പോകേണ്ട ഒരു അവസ്ഥ ആയേക്കാം എന്നൊക്കെ വിചാരിച്ചു. സോ ഗൈസ്, നമ്മൾ ഈ മോട്ടോ വേൾഡ്സ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊരി വെയിലത്ത് വന്നിട്ട് ഈ നട്ടുച്ചയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 5 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിരിക്കുകയാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയുടെ വെങ്കട് പ്രഭു സിനിമ റിലീസായി. ഞാനിപ്പോൾ കൊൽക്കത്തയിലാണ് ഉള്ളത്. ആൻഡ് ഈ വെയിലും കൊണ്ട് ഞാൻ രാവിലെ 10 മണിക്ക് സിനിമ കാണാൻ പോയി. ഇന്ത്യയിലെ പ്രസിദ്ധമായ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മളിവിടെ ഉള്ളത്. അത് കൊൽക്കത്തയിലാണ്. ആൻഡ് ഈ പൊരി വെയിലത്ത് നമ്മൾ അതിന്റെ മണ്ടയ്ക്കാണ്, ഈ ടെറസിലാണ് കയറി നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കണ്ടു, തിരിച്ചു വന്നു, ഉടനെ തന്നെ നമ്മൾ റിവ്യൂവിലേക്ക് കടക്കുകയാണ്. വെങ്കട് പ്രഭു എഴുതി സംവിധാനം ചെയ്ത സിനിമ കൊള്ളാം. പടത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പേരിട്ട ഒരു സിനിമയ്ക്കൊത്ത് ഈ സിനിമ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. എൻജോയബിൾ ആയിരുന്നു. ഞാൻ 3 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇതെന്ത് ബോറ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പാളിച്ചകൾ, പിന്നെ മറ്റേ ഡി-ഏജിങ് സംഗതിയൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ. ട്രെയിലറിൽ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചമായിരുന്നെങ്കിലും സ്റ്റിൽ അത്ര അടിപൊളിയായി എന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ മ്യൂസിക് യുവൻ ശങ്കർ രാജയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളായിരുന്നു. നമുക്കൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അതിന്. പാട്ടുകൾ, നമ്മളൊരു സ്പാർക്ക് എന്ന് പറയുന്ന ഒരു പാട്ട് ഒഴിച്ചു നിർത്തിയ ബാക്കി പാട്ടുകൾ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ട സമയത്ത് എനിക്ക് ഒട്ടും വർക്കാവാതിരുന്ന 2 പാട്ടുകളായിരുന്നു. ഒരു വിസിൽ പോഡ് എന്നും പറഞ്ഞ് ഒരു പാട്ടും ഉണ്ടായിരുന്നു, പിന്നെ ഒരു മട്ട എന്ന് പറഞ്ഞൊരു പാട്ടും ഉണ്ടായിരുന്നു. ഇത് പടത്തിന്റെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ഒരു എങ്ങനെ ഇപ്പൊ നമ്മളത് പറയാ, ഒരു ആന്റി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഏജന്റ് പരിപാടിയാണിത്. അങ്ങനെയുള്ള ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള ഒരു വിജയും മൂപ്പരുടെ സ്ക്വാഡിലുള്ള ആൾക്കാരാണ് പ്രഭുദേവ, അജ്മൽ അമീർ, അതേപോലെ പ്രശാന്തൊക്കെ. ആൻഡ് ഇവര് ഒരു മിഷന് പോകുന്നതും ആ മിഷൻ കാരണം ഇവരുടെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അത് ഈ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് അത് പിന്നീട് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതെവിടെ കൂടെ ഒരു ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട്. പടം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ആംബുലൻസിൽ പോകേണ്ട ഒരു അവസ്ഥ ആയേക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഓവറോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓക്കെ. പിന്നെ എനിക്ക് ഈ പടത്തെ പറ്റി എനിക്ക് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെങ്കട് പ്രഭുവിൻ്റെ മേക്കിംഗ് ഒരു പഴയ ശൈലിയായിട്ട് ഫീൽ ചെയ്തു. ഒരു 2007-2008 ഇറങ്ങിയ ചില സിനിമകളൊക്കെ പോലെ, ഒരു ഏഴാം അറിവ് അല്ലെങ്കിൽ അയൻ, വേലായുധം, ആ ഒരു സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ. ഞാൻ അങ്ങനത്തെ ഒരു കഥയാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലമാണോ എന്നല്ല പറഞ്ഞു തരുന്നത്. അങ്ങനത്തെ ഒരു മേക്കിംഗ് ആയിരുന്നു പടത്തിന്റെ. ആ ഒരു ടെംപ്ലേറ്റിലാണ് ഈ സിനിമ പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയ് നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള റോള് വളരെ അസലായിട്ട് പുള്ളിക്കാരൻ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീനുകളൊക്കെ വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. യങ്ങായി വന്ന സംഗതി കുറച്ച് ഓവറായി പോയോന്ന് എനിക്കൊരു സംശയം തോന്നാതില്ല. പക്ഷെ സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ, കണ്ടിരിക്കാമായിരുന്നു. പ്രഭുദേവയുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പ്രശാന്ത് ചില ഭാഗങ്ങളിൽ കുറച്ച് ഓവർ ആക്ടിങ് ആയി തോന്നിയെങ്കിലും മൊത്തത്തിൽ കൊള്ളായിരുന്നു പുള്ളിക്കാരനും. അജ്മൽ അമീറിന് പിന്നെ അങ്ങനെ കാര്യമായ റോളൊന്നുമില്ല. പുള്ളിക്കാരൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യമായ റോള് പുള്ളിക്ക് കൊടുത്തിട്ടില്ല. സ്നേഹം ഈ പറഞ്ഞ പോലെ നമ്മൾ വിജയ് സിനിമകളിൽ പറയുന്ന ഒരു പേരിനൊരു നായിക എന്നുള്ളതല്ലാതെ ഒരു കാര്യമായ അഭിനയവും അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് സ്നേഹയ്ക്കൊന്നും കൊടുത്തതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ പടത്തിനകത്ത് നമ്മൾ എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ വളരെ നന്നായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും
പ്രത്യേകിച്ച് ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ വരുന്ന സീനുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. തുടക്കത്തിലൊരു മിഷൻ ഇമ്പോസിബിൾ സെറ്റപ്പ് ഒക്കെയുള്ള കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അതും താരതമ്യേന ബെറ്റർ ആക്കായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ മിഷൻ ഇമ്പോസിബിൾ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ സിനിമയെ തന്നെ അവർ അതിന് റെഫറൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെ തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. അത് അവർ മറച്ചു പിടിക്കാനൊന്നും ശ്രമിച്ചിട്ടുമില്ല. അത് നന്നായി എന്നും എനിക്ക് തോന്നി. ഇറ്റ് വാസ് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. എഡിറ്റിങ്ങിൽ തുടക്കത്തിലെ കുറച്ച് ഭാഗങ്ങളിൽ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു പോരായ്മ നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ചില കട്ടുകളൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയിൽ തോന്നി. അതായത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കട്ട് നമ്മൾ നന്നായി ഫീൽ ചെയ്തിരുന്നു. ആ ഒരു സ്മൂത്ത്നെസ് അവിടെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പടം പിക്കപ്പ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ പടത്തിന്റെ ശബ്ദത്തെ പറ്റി പറയുകയാണെങ്കിൽ, മ്യൂസിക് ഒബ്വിയസ്ലി യുവൻ ശങ്കർ രാജയാണ് ചെയ്തിട്ടുള്ളത്, നന്നായിരുന്നു. സ്കോറൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. സൗണ്ട് ഡിസൈനിലേക്ക് വരുമ്പോൾ ടി ഉദയകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അത് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ നമ്മുടെ അസുരൻ, അതേപോലെ വിവേകം ഒക്കെ സൗണ്ട് ഡിസൈൻ ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പടം കാണാൻ തിയേറ്ററിൽ പോകണം എന്നുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. കാരണം ഇതൊരു ഫോണിൽ കണ്ടാലോ അല്ലെങ്കിൽ ടി വിയിൽ കണ്ടാലോ എന്തായാലും ഒരു എഫക്റ്റ് ഈ പടത്തിന് ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പടം തിയേറ്ററിൽ എൻജോയ് ചെയ്തു. എൻ്റെ ആ ഒരു എൻജോയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആ പടത്തെ പറ്റി ചിന്തിക്കാനോ സംസാരിക്കാനോ പോയി കഴിഞ്ഞാൽ അത് വർക്കാവില്ല. പക്ഷെ നമ്മളൊരു ഒരു മൈൻഡ്ലെസ് എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ മൈൻഡ്ലെസ് എന്റർടൈൻമെന്റ് ഒന്നും അല്ല, നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അത്തരത്തിലുള്ള ഒരു പോപ്കോൺ മൂവി ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അപ്പോൾ കാണുന്നവരെന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ തീരുമാനിക്കുക. അല്ലാത്ത പിന്നെ കാണണ്ട, പിന്നെ എപ്പോഴെങ്കിലും OTT വന്നിട്ട് കാണാന്നാണെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പടത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അത് ചെറിയൊരു സ്പോയിലറാണ്, അപ്പം അത് ശ്രദ്ധിക്കാം. എന്താന്ന് വെച്ചാൽ, ഈ പടത്തിനൊരു ടെയിൽ എൻഡ് പോർഷൻ ഉണ്ട്. ഈ പടത്തിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞ് അതിന് ശേഷം ഒരു 1-2 മിനിറ്റ് വരുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷൻ ഒഴിവാക്കി നിർത്തിയിരുന്നെങ്കിൽ ആ പടത്തിന് അത് കുറെ കൂടെ എലവേറ്റ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ ഒരു സീൻ വളരെ അനാവശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ബാക്കി എന്തായാലും പടം കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കല്ലാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഈ മോട്ടോ ഗോൾസ് എന്ന് പറയുന്ന ചാനൽ ഈ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ടും പിന്നെ നമ്മളിപ്പോൾ മറ്റൊരു സ്ഥലത്തായതുകൊണ്ടും നമ്മൾ കൂടുതൽ കണ്ടന്റുകളിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടന്റും അതേപോലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും ഈ ചാനലിൽ ഇനി തൊട്ടുണ്ടാവും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.